ഇന്നലെ നമ്മുടെ സിജോയും സായും കൂടി ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ലൈവിനകത്ത്. ആ സമയത്ത് സായ് പറയുന്നു ജിൻഡോ പവർ റൂമിൽ കയറിയില്ലെങ്കിൽ പുറത്ത് വെച്ച് അയാളെ വെച്ച് നമുക്ക് കളിക്കാം എന്ന് പറയുന്നു. ഉടനെ സിജോ പവർ ടീമിൽ കയറില്ല, ഋഷി അയാളെ കയറ്റില്ല, പുറത്ത് വെച്ച് നമുക്ക് കളിക്കാം എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും ഭീകര പ്ലാനിങ് ആണ് സദാസമയം. എക്സിക്യൂഷൻ നല്ല ഒന്നാം തരം ഫ്ലോപ്പ് ആണ് എന്നുള്ളതാണ് ഏറ്റവും നിരാശപ്പെടുത്തുന്ന കാര്യം. ചില സമയത്ത് എക്സിക്യൂഷൻ ഫ്ലോപ്പ് അല്ലെങ്കിൽ എക്സിക്യൂഷനേ ഇല്ല. സായിയുടെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് കത്തിക്കുന്നത് ഒഴികെയുള്ള എല്ലാ ആ പ്ലാനിലുണ്ടാവും. പക്ഷെ ഇപ്പോഴും ഇറങ്ങിക്കളിക്കാൻ എന്തൊരു പേടിയാണ് ഈ മനുഷ്യന്. വൈൽഡ് കാർഡുകളെ നേർവഴിക്ക് നടത്താൻ വേറെ വൈൽഡ് കാർഡ് വരേണ്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരേണ്ട അവസ്ഥയാണ്. ആ ലെവലില് വാഴയായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് സായി. സിജോ പിന്നെ സായിയുടെ കൂടെ പ്ലാൻ ചെയ്ത് സായിയുടെ ബാക്കിയായിരിക്കുകയാണ്. ആ വീട് തലകീഴായി മറച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്ലാനിങ്. പക്ഷെ ഒന്നും നടക്കുന്നത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും കട്ട വെയിറ്റിംഗ് ആണ് കാട്ടുതീ കാണാൻ വേണ്ടിയിട്ട്. കാട്ടുതീ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ജിൻഡോയെ മുന്നിൽ നിർത്തി കളിപ്പിക്കുന്ന കാര്യമൊക്കെ ഇവരിങ്ങനെ ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. ഇവര് മനസ്സിൽ കണ്ടപ്പോൾ പുള്ളി അങ്ങ് മരത്തെ കണ്ടു, അതാണ് അതിൻ്റെ അകത്തെ കാര്യം. റസ്മിനെ ഇന്നലെ തട്ടേക്കിട്ടി ഒന്ന് ഗ്രിൽ ചെയ്തെടുത്തതേ ഉള്ളൂ. റസ്മിന്റെ എന്താ പറയാ, റസ്മിന്റെ വായിൽ നിന്നും ഒന്ന് രണ്ട് ഡെറാഗേറ്ററി വാക്കുകൾ വന്നിട്ടുണ്ട്. ഇന്ന് ജാസ്മിനെ ഗ്രിൽ ചെയ്യും, ജാസ്മിന്റെ വായിൽ നിന്ന് അതുപോലെ തന്നെ പൊഴിഞ്ഞു വീഴും. അത് വെച്ചിട്ടാണ് ജിൻഡോ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബിഗ് ബോസിനകത്ത് ഒരാൾക്കെതിരെ ഒഫൻസ് കളിക്കാൻ രണ്ടുപേര് കൂടിയിരുന്ന് പ്ലാൻ ചെയ്യണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഒരാൾ തന്നെ ആലോചിച്ചിരുന്നാലും നമുക്ക് നല്ല ഒന്നാമതായിട്ട് കളിക്കാൻ സാധിക്കും. അതാണ് ജിൻഡോ എന്ന ഒരു വൺ മാൻ ആർമി ഇത്രയും ദിവസം കൊണ്ട് തെളിയിച്ചത്. ഇപ്പൊ പല സീസണുകളിൽ പലരും ഈ ഒരു കാര്യമാണ് തെളിയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് പ്ലാൻ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇത്രയും ദിവസം കൊണ്ട് ഇപ്പൊ ജിൻഡോ തെളിയിച്ച ഈ ഒരു കാര്യമാണ്. പുള്ളിയെ നേരിടാൻ ഇവർക്ക് ഇരട്ട കളിക്കേണ്ടി വരുന്നു. എന്തായാലും പ്ലാനിങ് മാത്രമല്ലാതെ എപ്പോഴെങ്കിലും ഇത്തിരി എക്സിക്യൂഷൻ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സായിയും സിജോയും ഒന്ന് ഇറങ്ങി കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.